ആമുഖങ്ങളൊന്നുമില്ല. ഐലൻ IAS അക്കാഡമി ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്ന പോലെയാണ്. ഞാൻ ഇവിടുന്ന് PCM ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ വരുന്നത് ആദ്യത്തെ കോൺടാക്റ്റ്, എൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് വരുന്നത് ഷിനാസ് സാറുമായിട്ടാണ്. അപ്പം ഷിനാസ്കയുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് മെയിൻസിൻ്റെ സമയത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. പലപ്പോഴും ഷിനാസ്ക നമുക്ക് എല്ലാവർക്കും അയക്കുന്ന ഒരു മെസ്സേജാണ്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ മുമ്പ് അതൊന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഡിയർ ഫസൽ, how are things over there? You tensed about the result. I know that it is an anxious time for you, but I really hope you are holding on to your nerves. Whatever be the outcome, this journey had been enlightening for you. And I would like to appreciate you for reaching up to this stage. Whatever your name is in the holy PDF, that's a highlight mark or not. Always remember that you are a rock star. ഈ റോക്ക് സ്റ്റാർ എന്നുള്ള മെസ്സേജ് മോസ്റ്റ് പ്രോബ്ലി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ, ഈ നമ്മളെല്ലാവരും ടെൻസ്ഡായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UPSC ഒരു മൈൻഡ് ഗെയിമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇൻഫർമേഷൻ ഓർ നോളജ്. ഒരു മൈൻഡ് ഗെയിമാണ്. പലപ്പോഴും ഇത് പ്രിലിംസ് ആവട്ടെ, മെയിൻസ് ആവട്ടെ, ഇൻ്റർവ്യൂ ആവട്ടെ. കഴിഞ്ഞ 4 തവണയാണ് അറ്റംപ്റ്റ് കൊടുത്തത്. അതിലെ ആദ്യത്തെ തവണ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല CSAT കാരണത്താൽ. പിന്നീട് ഞാൻ സെക്കൻഡ്, തേർഡ് ടൈംസിൽ ക്ലിയർ ചെയ്തപ്പോഴൊക്കെ എന്നോട് പിൻവലിച്ചൊരു സാധനം എൻ്റെ ഓപ്ഷണലായിരുന്നു. ഇറ്റ് വാസ് വെരി റയർ ഓപ്ഷണൽ. അല്ല, എടുക്കുന്നവർ വളരെ കുറവാണ്. ഹിസ്റ്ററിയാണ് എൻ്റെ ഓപ്ഷണൽ ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററിയാണ്. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ഹിസ്റ്ററിയിലാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും ഹിസ്റ്ററിയിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഹിസ്റ്ററിയിൽ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. 230, 228 മാർക്കിലാണ് അതിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഞാൻ ഷിനാസ്കയെ ബന്ധപ്പെടുന്നത്, ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ ഞാൻ ഐലൻഡിൽ ആദ്യമായിട്ട് കയറുന്നത് മെൻറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഒരു അവസരത്തിൽ TJ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റിയായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് എടുക്കേണ്ടി വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ്റ് ഇന്ത്യ എടുക്കണം, മെഡീവൽ ഇന്ത്യ എടുക്കണം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കണം, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എടുക്കണം. അറൗണ്ട് ഒരു 160 ഹവേഴ്സ്, 160 മണിക്കൂർ ഒരു ബാച്ചിന് വെച്ച് എടുക്കണം. ഞാൻ 4 ബാച്ചാണ് ഉണ്ടായത്. 4 ബാച്ച് ടോട്ടലി അത്ര ഹവേഴ്സ് എടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ഒരു റൊമാൻറ്റിക് പീരീഡ് കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഇത് ഇത്ര ഹെക്റ്റിക് ആണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഞാൻ ചിന്തിച്ചത് ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റീസാണ്, നമുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മൾ ഇത്രയും കാലം നേടിയെടുത്ത ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കൂടുതൽ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നില്ല. പലപ്പോഴും ഈ ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചു. സാർ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എടുക്കേണ്ടത്? ഏത് സബ്ജക്റ്റിനെ കുറിച്ച്? ശരി, എങ്കിലും എടുത്തേക്കാം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി എനിക്കുള്ളത്. അപ്പം ഞാൻ ഇതിനെ കണ്ടത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. പിന്നെ ഇതിൻ്റെ ഹെക്റ്റിക്കോ ബേർഡനോ അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ റൊമാൻറ്റിക് പീരീഡിലൂടെയാണ് കടന്നു പോയത്. ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഞാൻ കിട്ടിയ ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഒന്നെങ്കിൽ ഫോൺ കോളിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചിരിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പ്രയാസമായിട്ട് തോന്നില്ല. പക്ഷേ ഇപ്പോൾ അതെനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. അത് ഇതിന് ഹാൻഡ് ഔട്ട് ഉണ്ടാക്കണം. ഹാൻഡ് ഔട്ടിൽ റെക്ടിഫിക്കേഷൻ പറയും, അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ചുമ്മാ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ, ഐലൻഡിലെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഐലൻഡിലെ ഫസ്റ്റ് ടൈമിൽ തന്നെ കയറുന്ന പിള്ളേരാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവരെന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു സമയത്ത് എന്നോട് ചോദിച്ചത്, ഈ നമ്മളെ ജപ്പാനിലുള്ള ടീംസും നമ്മളെ ഒരു ഇമ്പോർട്ടൻ്റ് ടേംസ് ഉണ്ട്. ഒരു ടേംസുകൾ തമ്മിൽ ഒരിക്കലും ബന്ധമില്ല, പക്ഷെ പേരിൽ മാത്രം ബന്ധമുള്ള ഇവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഏത് ചലഞ്ചസ് ആയാലും അതിനെ നമ്മൾ വളരെ ഡീസൻ്റായിട്ട് നമുക്ക് കറേജോട് കൂടിയിട്ട് കോൺഫിഡൻസോട് കൂടി നമ്മൾ നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് മുന്നിലൊന്നുമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിന് മുമ്പുള്ള 2 അറ്റംപ്റ്റിൽ എൻ്റെ ഇൻ്റർവ്യൂ സ്കോർ എന്നുള്ളത് 160, 163 ആ സ്കോറിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ജമ്പ് എനിക്ക് ഉണ്ടായി. 185 വന്നത് ഷിനാസ്കയുടെ കൂടെയുള്ള ആ ഒരു ചിന്തൻ ബൈഠക് എന്ന് പറയുന്ന രാത്രികളിലാണ് ആ ചിന്തൻ ബൈഠക് ഇരിക്കാറുള്ളത്. അതിലെ ഡിസ്കഷൻ എന്ന് പറയുന്നത് 3 മണി, 4 മണി, 5 മണി വരെ പോകും. അതിലെ ഓരോ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ന്യൂവാൻസസ് ഒക്കെ പോയി ഫുഡ് കഴിച്ച്, ഫുഡ് അതിലൊരു മെയിൻ ഏരിയയാണ്. ഫുഡൊക്കെ കഴിച്ച് ആ ഡിസ്കഷൻ പലപ്പോഴും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ
അതായിരുന്നു ഇപ്പം ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്തത്. ഈ സമയത്ത് എനിക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമുണ്ട്, അതാണ് ഡയാസാർ. ഡയാസാർ എനിക്ക് ഫസലെ ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റും കൂടി ഇട്ടൂടെ. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന ആകെ ഞാൻ ലീവ് എടുത്തത് ഒരു 1.5 അല്ലെങ്കിൽ 15 ദിവസമാണ് ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലീവ് എടുത്തത്. അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം വരെ എനിക്ക് ക്ലാസ് ഒരു 6 hour 8 hour ക്ലാസ്സസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഡയാസാർ ചോദിക്കും, ഈ 2 ആഴ്ച ലീവ് എടുക്കണോ, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഇട്ടുകൂടെ? അപ്പോൾ ഞാൻ പറയും, സാർ നമുക്ക് ശ്രമിച്ചു നോക്കാം, പറ്റുവാണെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ അവിടെ കാണിച്ചത്. അപ്പോൾ എനിവേ അത് എനിക്കും അത്യാവശ്യമായിരുന്നു. കാരണം എനിക്കറിയാം ഈ സമയത്ത് എൻ്റെ കല്യാണം ഏകദേശം ഫിക്സ്ഡ് ആയിട്ടുണ്ട്. അടുത്ത കാലത്ത് എന്തായാലും കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് മണി മാറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി മാറ്റേഴ്സ് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഏത് ചലഞ്ച് തന്നാലും അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു ഞാൻ. അങ്ങനെയാണ് സിറ്റുവേഷനാണ്, അങ്ങനെയാണ് ഞാനതിനെ മാനേജ് ചെയ്തത്. ബട്ട് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യുന്ന ഹിസ്റ്ററി ക്ലാസ്സിലോ ഒരിക്കൽ പോലും ഞാനതിൽ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ആൾവേസ് ട്രൈ ടു ഗിവ് മൈ ബെസ്റ്റ്. കാരണം ഞാൻ ലേൺ ചെയ്ത എനിക്ക് കിട്ടിയ ആ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ അത് ഞാൻ പലപ്പോഴും എൻ്റെ ബെസ്റ്റിൽ ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സിൻസിയറിറ്റോട് കൂടി ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ജേണിയിൽ ഞാൻ 4 തവണ തോറ്റിട്ടുണ്ട്. 3 തവണ തോറ്റിട്ടുണ്ട്. ഈ 3 തവണ തോറ്റപ്പോഴെല്ലാം എനിക്ക് വീണ്ടും നമ്മൾ പറയില്ലേ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയില്ല, അതുപോലെ വീണ്ടും ഓടുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചിരുന്ന ഒരു ഘടകം, നമ്മളെ ഒരു മോട്ടിവേഷൻ, നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് എപ്പോഴും എഴുന്നേറ്റ് നിന്ന് ഓടാൻ നമ്മെ വീണ്ടും പ്രേരിപ്പിക്കുന്ന ഒരു അഗ്നിയുണ്ട്, ഒരു തീയുണ്ട് നമ്മുടെ മനസ്സിൽ. ആ തീ എന്ന് പറയുന്നത് നമ്മൾ കെടാതെ കെട്ടു സൂക്ഷിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നെയ്തെടുത്തതല്ല, ഒരുപാട് കാലങ്ങൾ കൊണ്ട്, ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നെയ്തെടുത്ത സ്വപ്നങ്ങളാണ് നമ്മൾ ഒരുപാട് അധ്വാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ നേടിയെടുക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇതുപോലെ ഐലൻ IAS നൽകിയ ഒരു കോൺഫിഡൻസ്, ഒരു എക്കോസിസ്റ്റം, ഒരു ഫാമിലി എക്കോസിസ്റ്റത്തിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, അത് ഷിനാസ്കെ ആവട്ടെ മറ്റുള്ളവരാവട്ടെ, എല്ലാവർക്കും വലിയൊരു പങ്കുണ്ട്. ഈ വിജയം നമ്മുടേത് മാത്രമല്ല അവരുടേതും കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.